ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവർ വെച്ച് ചെയ്യാൻ പറ്റാവുന്ന അടിപൊളി ഐഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരും തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് പ്ലാസ്റ്റിക് അല്ല, ഒരു കോട്ടൺ കവറാണ് കേട്ടോ. കോട്ടൺ ആണ് കണ്ടോ, കോട്ടൺ കവറാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മാറ്റട്ടെ കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. ഇതൊക്കെ ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ സൈഡ് ഭാഗങ്ങളും നമുക്കതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിന് പിടുത്തവും അതുപോലെ സൈഡും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഭാഗം അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗവും നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ സൈഡും അതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഇതിപ്പോൾ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ മറ്റേ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏത് ഭാഗം വേണമെങ്കിലും ഉൾസൈഡാക്കാം, പുറം വശമാക്കാം. നമുക്ക് പുറം വശമാക്കണമെങ്കിൽ ഇത് വൈറ്റ് ആക്കണമെങ്കിൽ ആക്കാം. ഈ ഒരു യെല്ലോ ഷെയ്ഡിൻ്റെ ആക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് പുറത്തേക്ക് വരുന്ന രീതിയിൽ വയ്ക്കാം. ഇത് ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ, കോട്ടൺ മെറ്റീരിയലിൻ്റെ ഇതിൽ കവറിൻ്റെ, കോട്ടൺ കവറിൻ്റെ ഏത് ഭാഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് അളവെടുക്കണം. ഇതുപോലൊരു ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ബോക്സായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഈക്വലായിട്ട് കിട്ടണം. ഇതിവിടെ നിങ്ങൾ ഒരു 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവുണ്ട്. അതേ അളവിൽ തന്നെ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുമെന്ന് നോക്കണം. ഇതും അതുപോലെ നമുക്ക് 8 ഇഞ്ചിന് ഒരു പോയിൻറ്റിന് ഇവിടെ കുറവ് കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗം കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ടാവും. ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം വരെയാണ് 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിവിടെ ആക്കാം. ഒരു പെന്നെടുത്ത് നമുക്ക് വരയ്ക്കാം. ഇതിങ്ങനെ കാണുന്നില്ലാത്തത് കൊണ്ട് ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പെന്നെടുത്ത് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ. 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവുണ്ട്. നമുക്കിത് ഈ ഭാഗത്ത് എടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് അളവാണ്. ഇവിടെ വരച്ചിട്ടുണ്ട്.
ഓക്കെ, അതേപോലെ 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതേപോലെ തന്നെ 8 ഇഞ്ച് അതേപോലെ തന്നെ 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവിൽ നമ്മൾ അതേപോലെ തന്നെ എടുക്കാം. എന്താ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതേ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും താഴേക്ക് 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവിനെടുക്കാം. ഈക്വലാവാൻ നമ്മളത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇതിവിടേക്കും ഇത് ഈക്വലല്ലേ നോക്കാം. അതെ, 8 ഇഞ്ചിന് ഒരു പോയിൻ്റ് കുറവ് കണ്ടോ, ഈ ഒരു അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിനി അത് വരച്ച് അടയാളപ്പെടുത്തി എടുക്കാം. വരച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തും അതുപോലെ വരയ്ക്കാം. ഈ ഭാഗത്ത് രണ്ട് ഭാഗത്തും വരച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഈക്വൽ ആണെന്ന് നോക്കണം നമുക്ക്. എന്നിട്ട് ആ ഭാഗം എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ ഭാഗത്തേക്കും വരച്ചിട്ടുണ്ട്. 4 ഭാഗവും ഒരേ അളവ് തന്നെയാണ് കേട്ടോ വരുന്നത്. നമുക്ക് നോക്കിക്കോളൂ, ചെക്ക് ചെയ്ത് നോക്കാം. വേണ്ടോ, കണ്ടില്ലേ, ഈ ഭാഗവും ഒരേ അളവ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതും ഏതാണ്ടൊക്കെ ഈക്വലാണ്. നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയാനായിട്ട്. ഇനി നമുക്ക് എടുക്കേണ്ടുന്ന അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അളവിൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ എടുക്കേണ്ടതുണ്ട്. സെയിം അളവിൽ നമുക്ക് ഒന്നുകൂടി എടുക്കേണ്ടതുണ്ട്. അതിൽ ഈ ഭാഗത്തുനിന്ന് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഇത് ഈ ഭാഗത്തുനിന്ന് നമുക്ക് അളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് ഇതിൻ്റെ കട്ട് ചെയ്തെടുക്കാം.
2 പാർട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എത്ര വീതി കിട്ടുമെന്ന് നോക്കാം. ഇതിന് 2 ഭാഗം കിട്ടത്തുള്ളൂ. ഇതിന് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കാം. ഇത് പല ഹൈറ്റാണ് ഇവിടെ പല സ്ഥലത്തും. അപ്പോൾ അവിടെ വന്നിട്ട് 6 ഇഞ്ചിന് 1 പോയിൻ്റ് കുറവുണ്ട്. ഈ ഭാഗത്തേക്ക് കൂടുതൽ വീതിയുണ്ട്. അപ്പോൾ നമുക്ക് 6 ഇഞ്ചിന് 1 പോയിൻ്റ് കുറവിൽ നമുക്ക് തന്നെ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുമോ എന്ന് നോക്കാം. ഇതിനെങ്ങനെ സെൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം കിട്ടും എന്ന് ചെക്ക് ചെയ്യാം. വീതി കൊണ്ട് എത്ര കിട്ടുമെന്ന് നോക്കാം. നമുക്ക് 7 ഇഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് അതിനകത്ത് 6 ഇഞ്ചിന് 1 പോയിൻ്റ് കുറവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 7 ഇഞ്ചിൻ്റെ ആവശ്യം ഉള്ളത് നമുക്ക് എടുത്താലും നമുക്ക് എല്ലാ ഭാഗത്തേക്കും തികയില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടലി എത്ര കിട്ടുമെന്ന് ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് 2 വശത്തേക്ക് കിട്ടും. ഈ ഒരു ഭാഗം നമുക്ക് ഇത്ര വരെ കിട്ടുള്ളൂ. 2 വശത്തേക്ക് കിട്ടും. നമുക്ക് കിട്ടും. ഇത് 2 വശത്തേക്കും കിട്ടും. ഈ ഒരു വശത്തേക്കും ആ വശത്തേക്കും ഇത് തന്നെ കിട്ടും. ഇത് ടോട്ടലി 4 ഫുള്ളായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കാം. ഇത് ഫുള്ളായിട്ട് സെൻറ്റർ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫുൾ സെൻറ്റർ ചെയ്ത് കട്ട് ചെയ്യാം. ഫോൾഡ് ചെയ്ത് സെൻറ്റർ ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചു. ഒരു പാർട്ട് ഇവിടേക്ക്, പിന്നെ അടുത്ത പാർട്ട് ഇങ്ങനെ കുത്തി നിർത്തി തിരിച്ച് തയ്ക്കണം കേട്ടോ. തയ്ക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. ആ ഒരു കോർണർ സൈഡുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ചെറിയൊരു പ്രയാസമുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്കുള്ളതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാലൻസ് ഉള്ള അതേ വീതി തന്നെ നമുക്ക് മുകളിലേക്കും ഇടക്കാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ സൈഡിലേക്കുള്ളത് നമ്മൾ ലാസ്റ്റ് എടുത്താൽ മതി. കാരണം നമ്മൾ സിബ് എടുത്ത ശേഷം ബാലൻസ് എങ്ങനെയാണ് എന്ന് നോക്കിയ ശേഷം നമുക്ക് അത് അറ്റാച്ച് ചെയ്യാം. അല്ലെങ്കിൽ മുകളിലേക്ക് സിബ് വരുന്ന രീതിയിൽ ചെയ്യേണ്ടി വരും. ഈ ഒരു പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
മാറ്റിയിട്ടുണ്ട്. ഈ 2 പാർട്ടും കൂടി ആവശ്യമുണ്ട്. സോറി ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി. അതുകൊണ്ട് നമ്മൾ ഒരു 1 ഇയർ മുമ്പ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ട്യൂട്ടോറിയൽ ആവശ്യമുള്ളവർക്ക് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അത് അപ്പോൾ കണ്ടു നോക്കൂട്ടോ ഫ്രണ്ട്സ്. അത് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്തിരിക്കുന്നത്.